ചെങ്ങന്നൂരിലെ LDF സ്ഥാനാർത്ഥി സജി ചെറിയാൻ തന്റെ പ്രചാരണം തുടങ്ങുകയാണ്. ഇന്നിപ്പോൾ അന്തരിച്ച മുൻ ചെങ്ങന്നൂർ MLA KK രാമചന്ദ്രൻ നായരുടെ സ്മൃതി കൂടിയത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അദ്ദേഹം പ്രചരണം ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകകൂടി ചെയ്യുകയാണ്. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? എങ്ങനെയുണ്ട്? വളരെയേറെ പ്രതീക്ഷയാണല്ലോ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്കുള്ളത്. 2016 ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ KK ആണല്ലോ ഇവിടെ വിജയിച്ചത്. അദ്ദേഹം തുടങ്ങി വെച്ച വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് 8 വർഷമായി MLA എന്ന നിലയിലും മുന്നണിയുടെ ഭാഗമായി ഞാൻ തുടരുന്നു. KK കാലത്ത് 2016 പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്തെല്ലാമാണോ അദ്ദേഹം പറഞ്ഞത് നടപ്പാക്കും, അതെല്ലാം നടപ്പാക്കി. അങ്ങനെ നടപ്പാക്കി 2021 വീണ്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നു. പുതിയതായി ഞങ്ങൾ പ്രഖ്യാപിച്ച കാര്യങ്ങളും നടപ്പാക്കി. 2016 മുമ്പ് ചെങ്ങന്നൂർ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പിന്നോക്കം പോയൊരു മണ്ഡലമാണ്. തുടർച്ചയായ UDF MLA-മാർ UDF ഭരണകാലത്ത് ഒരു നേട്ടവും ഒരു വികസനവും ഈ മണ്ഡലത്തിലുണ്ടായില്ല. അതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയായിരുന്നു ഇടതുപക്ഷ മുന്നണിക്ക് ജനങ്ങൾ നൽകിയ വോട്ട്. പക്ഷേ അത് ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സത്യസന്ധമായി ആത്മാർത്ഥമായി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ശ്രമം നടത്തി. ഈ 10 വർഷം കൊണ്ട് അത് പൂർത്തീകരിച്ചു. ഒരുപാട് പുതിയ പദ്ധതികൾ, അത് ഞാൻ പറയുന്നില്ല, ഒരുപാട് പുതിയ പദ്ധതികൾ. ഇനി ഒരു തുടർഭരണത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ആ തുടർഭരണം കേരളത്തിൽ നിന്ന് തുടങ്ങി വെച്ച കാര്യങ്ങളെല്ലാം കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റാനും ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനമാണ്. നമ്മൾ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന വോട്ടർമാരെ കാണുമ്പോൾ നമുക്കൊരു ട്രെൻഡ് മനസ്സിലാകുമല്ലോ, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ. എന്താണ് മനസ്സിൽ ആ സമയത്ത് തോന്നുന്നത്? ചെങ്ങന്നൂർ മണ്ഡലത്തിൽ വളരെ പോസിറ്റീവായ ട്രെൻഡാണ്. കാരണം ഈ 5 വർഷം MLA എന്ന നിലയിൽ ഞാൻ 5 വർഷവും ഇന്ന് ചെയ്യുന്ന പോലുള്ള ജോലി ചെയ്തുകൊണ്ടിരുന്നു. അത് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ജനങ്ങൾക്കിടയിൽ കാണുന്നുണ്ട്, എല്ലാ കാര്യത്തിലും പോകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊരു പുതിയ അനുഭവമൊന്നുമില്ല ഇക്കാലത്ത്. കഴിഞ്ഞ ഒരു 10 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് KK MLA ആയതിനു ശേഷം അതിന് മുമ്പ് പാർട്ടി രംഗത്ത് ഞാൻ പ്രവർത്തിക്കുകയല്ലേ. അപ്പോൾ ഒരു പുതുമയൊന്നും തോന്നുന്നില്ല. തീർച്ചയായിട്ടും ആ നടത്തിയ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നു. ജനങ്ങളുടെ മുമ്പിൽ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ. കാരണം ജനങ്ങൾ ഇപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തല്ലോ. ഞങ്ങൾ വികസനമാണ് പറയുന്നത്, ഞങ്ങൾക്കല്ല മറ്റേ തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല. ചെങ്ങന്നൂർ വികസനം ഒരു പ്രധാന വിഷയമായിരുന്നു. അതിലേക്ക് ചെങ്ങന്നൂർ വളർന്നപ്പോൾ ആ വികസനം നന്നായി ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ KK വീട്ടിലാണ് നിൽക്കുന്നത്. KK സഹധർമ്മിണിയുണ്ട്, വനിചേച്ചിയുണ്ട്, മകനുണ്ട്, പ്രിയങ്കരനായ അഡ്വക്കേറ്റ് വിശ്വനാഥ് പണിക്കർ സാറുണ്ട്. ഇപ്പോൾ രാവിലെ പുഷ്പാർച്ചനയ്ക്ക് വന്ന് ഇനി ഇവിടുന്ന് നേരെ നോമിനേഷൻ കൊടുക്കാൻ പോവാം. UDF പറയുന്നത് പോലെ ഒരു ഭരണവിരുദ്ധ വികാരം അവർ ആരോപിക്കുന്നതാണ്. അതിലെന്തെങ്കിലും വസ്തുതയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഇലക്ഷനെയല്ലത്. ഇത് രണ്ടാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾക്ക് ക്ഷീണമൊന്നും വന്നില്ല. ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ 8 അസംബ്ലി മണ്ഡലത്തിന് മുന്നിൽ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല. ഞങ്ങൾ നല്ല വിജയം, മികച്ച വിജയം നേടും. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ പോകുന്നിടത്തൊന്നും ഞങ്ങൾ ഗവൺമെൻറ്റിനെതിരെ ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി എല്ലാം ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഗവൺമെൻറ്റിനെ പറയേണ്ട കാര്യമില്ല. പിന്നെ ആരും ചെയ്തില്ല എന്നെങ്കിലാണല്ലോ ഭരണവിരുദ്ധം വരേണ്ടത്. എല്ലാം ചെയ്തു. പിന്നെ കള്ളപ്രചരണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് നാട്ടിൽ. ആ കള്ളപ്രചരണങ്ങളുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ കുറച്ച് ആളുകളൊക്കെ അതിനകത്ത് പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ വശംവദരായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് മാറി. അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഒരു കള്ളപ്രചരണവും കേരളത്തിൽ ഏക്കില്ല. കാരണം വളരെ സുതാര്യമായി സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് ഇപ്പോൾ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷം തന്നെ ഒരു തുടർഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. വന്നാൽ മാത്രമേ ഇപ്പോൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. UDFൻ്റെ ഈ തമ്മിലടിയും അധികാര മത്സരത്തിന് വേണ്ടിയുള്ള അതിനകത്തുള്ള കിടമത്സരവും എല്ലാ നിമിത്തം ജനങ്ങളാകെ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം, അവർക്ക് എതിരായുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. G. സുധാകരൻ ഫാക്ടർ ഇടതുപക്ഷത്തിന് ഒരു ഭീഷണിയാണോ? ഞങ്ങൾ ആ സബ്ജക്റ്റ് വിട്ടു കഴിഞ്ഞ സബ്ജക്റ്റാണ്. ഇനിയും അത് റീഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം വേറൊരു പാർട്ടിയുടെ ഭാഗമായി. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായിരുന്നു. ഞങ്ങൾക്കൊക്കെ പ്രയാസമുണ്ട് അദ്ദേഹം പോയതിനകത്ത്, അത്രേ ഉള്ളൂ. അദ്ദേഹം വേറെ പാർട്ടിയിൽ പോയി. അദ്ദേഹം ഇനി അത് വിടുക. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പറയുക, ഞങ്ങളെ വിട്ടേക്കുക. ഞങ്ങൾ അദ്ദേഹത്തെ വിട്ടു. കാരണം എന്ന് വെച്ചാൽ രണ്ട് പാർട്ടി. ഞങ്ങൾക്ക് രാഷ്ട്രീയം പറയാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇനി കോൺഗ്രസ് രാഷ്ട്രീയമാണ്, ഞങ്ങളുടെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം പറയാം. അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ രൂപത്തിൽ പറയേണ്ട യാതൊരു കാര്യമില്ല. വ്യക്തിപരമല്ലല്ലോ പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സായി, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ നിലപാടിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ടായിരിക്കാം, ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുഖ്യമന്ത്രി കയറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം അങ്ങനെ അവസാനിച്ചു. ഇനി ആ ഒരു വിഷയമല്ല. ഞങ്ങൾ രണ്ട് ചേരിയുടെ ഭാഗമാണ്. ഈ ജില്ലയിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഇടതുപക്ഷ മുന്നണി പ്രവർത്തിക്കും. അദ്ദേഹം ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ വിഷയം കാണുന്നത്. CM ഫോണെ വിളിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
അതൊക്കെ അത് വിട്ടല്ലോ, ആ സബ്ജക്റ്റ് കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ നമുക്ക് വിളിച്ചാൽ വരുത്തില്ലല്ലോ. അപ്പോൾ ഇനി ആ സബ്ജക്റ്റ് വിട്ടു. ചെങ്ങന്നൂരിൽ NDA ഒപ്പം തന്നെ UDF എതിർകക്ഷികൾ അവരുടെ പ്രകടനത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അവർക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. ഒട്ടും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. അമിത വിശ്വാസം അങ്ങനെ കാണേണ്ട കാര്യമില്ല. കാരണം പരമ്പരാഗതമായി വലതുപക്ഷത്തിൻ്റെ സ്വാധീനമുള്ള മണ്ഡലമല്ലേ. ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഇപ്പോൾ ഭൂരിപക്ഷമായി. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ഞങ്ങൾ 3000 വോട്ട് മുന്നിൽ നിൽക്കുക. രാഷ്ട്രീയ ഭൂരിപക്ഷമുണ്ട്. പണ്ട് ഞങ്ങൾക്കതില്ലായിരുന്നു. ഇപ്പോൾ KKR ഞങ്ങൾ തുടങ്ങി വെച്ചത് ഇപ്പോൾ ഞങ്ങൾ 3ാമത്തെ തവണ, ഇപ്പോൾ 4ാമത്തെ തവണ വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരെ ഞങ്ങൾ ഒട്ടും ചെറുതായി കണ്ട് അല്ലെങ്കിൽ അവർ ഒന്നുമില്ല എന്നൊന്നും ഞങ്ങൾ കാണുന്നില്ല. അവരുടെ രാഷ്ട്രീയം അവർ പറഞ്ഞോട്ട് ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പറയും. ഞങ്ങളുടെ രാഷ്ട്രീയത്തിനാണ് മേൽക്കൈ എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത്. അവസാനം ഒരു ചോദ്യം കൂടി, LDFന് എത്ര സീറ്റ് കിട്ടും സംസ്ഥാനത്ത്? ഞാൻ പറഞ്ഞല്ലോ, സെഞ്ചുറി അടിക്കുമെന്ന്. LDF സെഞ്ചുറി അടിക്കും എന്നാണ് ചെങ്ങന്നൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സജി ചെറിയാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ്. ചെങ്ങന്നൂരിൽ ഉൾപ്പെടെ ഇടതുമുന്നണിക്ക് എല്ലായിടങ്ങളിലും വിജയം ഉറപ്പാണെന്നും സജി ചെറിയാൻ പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.